ഇപ്പം യാക്കോബ് യഥാർത്ഥത്തിൽ ജോസഫിനെ ഇങ്ങനെ മരുഭൂമിയിലേക്ക് മരുഭൂമി ഇവരെ ആടുമേയ്ക്കാനായിട്ട് അവരുടെ കൂടെ ബാക്കിയുള്ള മക്കളുടെ കൂടെ അയക്കുന്നുണ്ട്. അത് ഞാൻ പോകാം പിതാവേ എന്ന് പറഞ്ഞ് ജോസഫ് പോകുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ പുലിവാലാകുമെന്ന് യാക്കോബ് ഒരിക്കലും ധരിച്ചിട്ടില്ല. ജോസഫിനെ കൊല്ലാനുള്ള നീക്കങ്ങളെല്ലാം തൻ്റെ സഹോദരന്മാർ, തൻ്റെ മക്കളെല്ലാം ചെയ്യുകയാണ്. പക്ഷേ ഇന്ന് ഈജിപ്തിലെ അധിപതിയായി മറ്റു രാജ്യങ്ങളിലെല്ലാം, മറ്റു ദേശങ്ങളിലെല്ലാം ക്ഷാമമുണ്ടായപ്പോൾ ഈജിപ്തിൽ അവർ ഭക്ഷണ പദാർത്ഥങ്ങൾ ശേഖരിച്ചു വെച്ചത് തൻ്റെ മറ്റുള്ള മക്കൾ ഈജിപ്തിൽ ചെല്ലാനിടയായത്. അവസാനം ജോസഫ് ഒരു പകയും വിട്ടുന്നില്ല. ജോസഫ് വളരെ നിഷ്കളങ്കമായിട്ട് തന്നെയാണ് അവരോട് ഇടപഴകുന്നത്. അത് അങ്ങനെ യാക്കോബും ഈജിപ്തിലേക്ക് വരികയാണ്. അവരെ പട്ടിണി കിടന്ന് മരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ദൈവം അവരെ രക്ഷിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുകയാണ്. തന്നെ നഷ്ടപ്പെട്ടു പോയ മകനെ കാണുമ്പോൾ അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അവർ ഗാഠമായി അവർ ഒത്തിരി നേരം കരഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഈ യാക്കോബിന്, ഇസ്രായേൽ എന്ന പേര് മാറ്റിയതിനു ശേഷം ഇങ്ങനെ ഒരു അനുഭവം കൊടുക്കുകയാണ്. ഇത് ദൈവം ഒന്ന് ക്രമീകരിച്ച് കൊടുക്കുന്നത് കണ്ടോ? ദൈവം സുന്ദരമായി ക്രമീകരിച്ച് തരും കാര്യങ്ങൾ. അത് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കണം.